കഴിഞ്ഞ റഷ്യ ആഫ്രിക്ക ഉച്ചകോടി കഴിഞ്ഞ സമയത്ത് ഇന്റർനെറ്റിൽ വന്നൊരു വീഡിയോ ഉണ്ട്. ബുർക്കിന ഫസോയുടെ പ്രസിഡന്റ് ഐ ആം ഇബ്രാഹിം ട്രോറെ ടുഡേ ഐ ആം പുള്ളിംഗ് ഓഫ് യുവർ മാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അതിഗംഭീരമായ ഭാഷയിൽ BBC-നെ CNN 24-നെയൊക്കെ വിമർശിച്ചുകൊണ്ട് നടത്തിയ അതിഗംഭീരമായ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽസും മെറ്റൽസും കൊണ്ട് സമ്പുഷ്ടമായ ആഫ്രിക്ക എന്തുകൊണ്ട് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം ട്രോറയെ കുറിച്ച് നമുക്കറിയാലോ, ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ലാന്ന് കൂടി പോലും തന്റെ രാജ്യത്തെ അരക്ഷിതാവസ്ഥക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി 2022 സൈനിക അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത സൈനിക നേതാവാണ് ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രോറെ. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന, ആഡംബര ജീവിതം ഇഷ്ടപ്പെടാത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്ന നേതാവ് എന്നതിൽ വളരെ പെട്ടെന്ന് പ്രശസ്തനായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ സംഗതി എന്താ പറഞ്ഞാൽ, ലോകത്തിലെ കോബാൾട്ട് ഉൽപാദനത്തിന്റെ ഏകദേശം 70% വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രിക്കൽ കാറുകൾക്കും എല്ലാം ഒഴിച്ചുകൂടാനാത്ത വസ്തുവാണ് കൊബാൾട്ട്. കൊബാൾട്ട് മെയിൻ ആയിട്ട് വരുന്നത് കോങ്കോയിൽ നിന്നാണ്. കോങ്കോയിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരിൽ കാരണക്കാരായ മൊബൈൽ ഫോൺ പോലും വാങ്ങാൻ കഴിയില്ലാത്ത ആളുകളായിട്ടാണ് കോങ്കോയിലുള്ള ആളുകൾ ഇപ്പോഴും ഉള്ളത്. ലോകത്ത് ഉത്പാദിക്കപ്പെടുന്ന പ്ലാറ്റിനത്തിന്റെ 90% ഉത്പാദിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. കാറ്റലിക് കൺവെർട്ടറുകളും മെഡിക്കൽ എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ടാക്കുന്നതിന് പ്ലാറ്റിനം ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും സൗത്ത് ആഫ്രിക്കൻ ജനത അടുത്ത തൊഴിലില്ലായ്മയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സ്വർണ്ണ ഉത്പാദനത്തിന്റെ 30% വരുന്നത് ഘാന, ടാൻസാനിയ, ബുർക്കിന ഫാസോ, മാലി എന്നിവിടങ്ങളിൽ നിന്നാണ്. പുഴ പോലെ സ്വർണം ഒഴുകുന്ന ഈ മണ്ണിലെ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക വജ്രഖനനത്തിന്റെ 65% ബോട്സ്വാന, അങ്കോളോ, കോങ്കോ, സിയാറ ലിയോൺ എന്നിവിടങ്ങളിൽ നിന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ വജ്രം അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോഴും അവിടുത്തെ ഖനിത്തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം $1 മാത്രമാണ്. ലോകത്തിലെ യുറേനിയം ഉൽപാദനത്തിന്റെ 35% നൈജർ, നമീബിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ്. ലോകത്തിലുള്ള പല ആണവ നിലയങ്ങളും പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ യുറേനിയം ഉപയോഗിച്ചാണ്. പാരീസിലെ ലൈറ്റ് കത്തുന്നത് പോലും ഞങ്ങളുടെ യുറേനിയം കൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല. ഇത്രയും സമ്പന്നമായിട്ടും ആഫ്രിക്ക എന്തുകൊണ്ട് ഇപ്പോഴും ദരിദ്രത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം പറയുന്നത് അധിനിവേശം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, രൂപം മാറിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. മുമ്പ് അവർ ബലം പ്രയോഗിച്ച് നമ്മുടെ ഭൂമി പിടിച്ചെടുത്തു, ഇപ്പോൾ കമ്പനികൾ സ്ഥാപിക്കുന്നു. പണ്ട് ചാട്ടവടി കൊണ്ട് നമ്മെ നിയന്ത്രിച്ചു, ഇപ്പോൾ കരാറുകളും വായ്പകളും കൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നു. വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ബുർക്കിന ഫസോയുടെ പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറെ എന്ന യുവ നേതാവ് ആഫ്രിക്കയുടെ ഒരു പ്രതീക്ഷയാണ്.